മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ട ആദ്യത്തെ റിവ്യൂ, എക്സ്ട്രീം വയലൻസ്, എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ. അബ്സല്യൂട്ട് പേഴ്സണൽ റീസൺസ് കാരണമുണ്ടായ ഒരു മിയർ ഹിറ്റ് ആൻഡ് റൺ കേസ് തൊട്ടടുത്ത ദിവസത്തെ നാഷണൽ ഹെഡ്ലൈൻ ആയി മാറി. ആക്കി മാറ്റി ആര്? മാർക്കോ സിനിമയ്ക്ക് TV പ്രദർശനത്തിന് അനുമതിയില്ല. ലോവർ കാറ്റഗറി മാറ്റത്തിനുള്ള അപേക്ഷ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നിരസിച്ചു. കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം. ആഴ്ചകളോളം ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ഈ വാർത്ത ട്രെൻഡിംഗ് ആയി. ട്രെൻഡിംഗ് ആക്കി എന്തിന്? മാർക്കോയ്ക്ക് ടെലിവിഷനിൽ വിലക്ക്. വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്ത് മാർക്കോ ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് CBFC വിലയിരുത്തുന്നു. വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്ത് മാർക്കോ ടെലികാസ്റ്റ് ചെയ്യാനാവില്ല. സിനിമയ്ക്ക് OTTയിൽ വിലക്കേർപ്പെടുത്താനാകില്ല എന്നും CBFC വ്യക്തമാക്കുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഏക സംസാര വിഷയം ഇത് മാത്രമായി. മാർക്കോ സിനിമാ മേഖലയെ ഞെട്ടിക്കുകയാണ്. ഇപ്പോ മാർക്കോ, അതും നമ്മൾ ഇവിടെ പരാമർശിച്ചു പോയി. സിനിമയ്ക്ക് TV പ്രദർശനം. വയലൻസിന്റെ അതിപ്രസരമുള്ള മാർക്കോ സിനിമ OTTയിൽ നിന്ന് മാർക്കോ സിനിമയ്ക്ക് വിലക്കിട്ട ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ഇത് മാത്രമാക്കി. ആർക്ക് വേണ്ടി? ആര്? എന്തിന്? ആർക്ക് വേണ്ടി? 3 ചോദ്യങ്ങൾ, ഒരൊറ്റ ഉത്തരം. All politicians are cousins. All are corrupt. Among them not even a single patriot. അതാണ് ഈ നാടിന്റെ ശാപം. ഇംഗ്ലണ്ടിൽ ചെന്ന ഇംഗ്ലീഷുകാരനെ കാണാം, ഫ്രാൻസിൽ ചെന്ന ഫ്രഞ്ചുകാരനെ കാണാം. ഇന്ത്യയിലോ തമിഴനും തെലുങ്കനും പഞ്ചാബിയും ബംഗാളിയും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അല്ലാതെ ഒറ്റ ഇന്ത്യക്കാരുണ്ടോ? അവരെ തമ്മിലടുപ്പിച്ച് പരസ്പരം കുതികാൽ വെട്ടിച്ച് അധികാരം പിടിച്ചെടുക്കാനില്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ശ്രമിച്ചിട്ടുണ്ടോ? നാഷണൽ ഇന്റഗ്രിറ്റിയും സെക്കുലാരിസവും പ്രസംഗിക്കുന്ന ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനിടയിൽ രാഷ്ട്രീയ ബോധമുള്ളവരുണ്ടാവും, രാഷ്ട്രബോധമുള്ള ഒരാളാണ് കേട്ടോ. നിയമം കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഗാന്ധിജി പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും ശരിയായ ഉത്തരവായത്. അത് ലംഘിക്കണം എന്ന്. അന്ന് ആനി ബസന്റ് ഗാന്ധിയായിട്ട് വലിയ വഴക്കുണ്ടാക്കി. നിയമം ലംഘിച്ചുകൂടാ, നിയമം അനുസരിക്കണം, പൗരന്മാരത് ചെയ്യണം. അപ്പൊ ഗാന്ധിജി പറഞ്ഞത് നിയമം അനുസരിക്കേണ്ടതാണ്. എപ്പോ വരെ? നിയമം നീതിക്ക് നിരക്കുന്നതായിരിക്കും പറയും. ഗാന്ധി പറഞ്ഞു നീതിയാണ് പ്രധാനം, നിയമമല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു. ലഗേരിയ ഹോം മുന്നാഭായ് എന്ന് പറഞ്ഞ പടം ഗാന്ധിയിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിൽ എത്ര പേര് സ്വീകരിക്കുന്നു? അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും. നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല. പോലും അറിയാതെ നിങ്ങൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഐഡന്റിറ്റി. Because your identity is their vote, their politics. സുലഭമായിട്ട് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ആര് തടയണം? ഗവൺമെന്റ് തടയണം. കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആര് തടയണം? കുട്ടികൾക്ക് ചെയ്യരുതെന്ന തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടാവണം. മദ്യം നമ്മുടെ കാലത്ത് സുലഭമല്ലായിരുന്നു. അതാ ഞാൻ പറയാം, ഏറ്റവും വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, യാതൊരു അറിവും ബോധവും ഇല്ലാത്ത, വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഈ ചുക്ക ഏതാ ചുണ്ണാമ്പ് ഏതാ ആ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്കും അറിയത്തില്ല. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാണ് കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തൊരു ഗതികേടാണ് ഈ ദ്രോഹം. ഒരിക്കലും സമ്മതിക്കാൻ ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് മാത്യു. എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നൊന്ന് വഷളായി കൊണ്ടുവരികയാണ്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാന്തര ചൂരവടി കൊടുക്കണം. കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. കളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഇത്തിരി മനുഷ്യത്വം, മാനുഷിക മൂല്യം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. കോടതി മുമ്പാകെ പറയുന്നു കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന്. ഇത് ശരിയല്ല. ഇത് ആ
കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്.